എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് മാങ്ങാച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ മാങ്ങ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും മാങ്ങാച്ചാറിന് എടുക്കാവുന്നതാണ്. ഈ ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം കടുക് പൊട്ടിക്കാം. ഇവിടെ ഞാൻ തവിടെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ചേർക്കാം. വെളുത്തുള്ളി നിങ്ങൾക്ക് അരിയാതെ വേണമെങ്കിലും ചേർക്കാം. അരിഞ്ഞ് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അതിനുവേണ്ടിയാണ് ഞാനിവിടെ അരിഞ്ഞ് ചേർക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി, ഉലുവാപ്പൊടി, കായം ചേർത്തിളക്കാം. ഉലുവ വീട്ടിൽ വറുത്ത് പൊടിച്ചെടുത്തേക്കുന്ന ഉലുവാപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പം നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വന്ന ഇതിലേക്ക് മാങ്ങ ചേർത്തിളക്കാം. ഇതിലെ വെള്ളം ഒന്ന് വറ്റി കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടേസ്റ്റി മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.